ഫൈൻ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പഠിച്ചാലോ. AI ക്യാമറ വന്നതിന് ശേഷം എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എൻ്റെ വണ്ടിക്ക് ഏതെങ്കിലും ഫൈന് കുടുങ്ങിയിട്ടുണ്ടാവുമോ, ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഗൂഗിളിൽ പോവുക, അതിൽ ഈ ചലാൻ അടിക്കുക. ഈ ചലാൻ അടിക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് കൂടുതൽ പാർട്ട് കാണാൻ പറ്റും. അതിൽ സെക്കൻഡ് പാർട്ടിൽ ആഫ്റ്റർ ഗെറ്റിംഗ് ചലാൻ ഡീറ്റെയിൽസ് യു ക്യാൻ ഫർദർ ഗോ ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് കാണുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പുതിയൊരു പേജിൽ പോകും. അതിൽ ഈ ബ്ലൂ കളറിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു വീടിൻ്റെ ചിഹ്നം കാണാം, ഒരു ഹോം പേജിൻ്റെ. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ പേജിൻ്റെ സെൻറ്റർ ഭാഗം വരും. ആ സമയത്ത് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം അതിൽ യൂസർ നെയിം പാസ്വേഡ് കാണിക്കുക. അവിടെ ഒന്നും ചെയ്യേണ്ട. താഴെ സബ്മിറ്റ് എന്ന് ബ്ലൂ കളറിൽ കാണുന്നതിൻ്റെ തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ ഗെറ്റ് ചലാൻ ഡീറ്റെയിൽസ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആ പേജ് കുറച്ച് സ്ക്രോൾ ചെയ്ത് മേലോട്ടാക്കിയതിന് ശേഷം ചലാൻ നമ്പർ, വെഹിക്കിൾ നമ്പർ, DL നമ്പർ എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ കാണാം. അതിൽ വെഹിക്കിൾ നമ്പർ എന്നുള്ളതിൽ ടിക്ക് ചെയ്യാം. തൊട്ട് താഴെ വെഹിക്കിൾ നമ്പർ എന്ന് കാണുന്നതിൽ നിങ്ങൾ ഏത് വണ്ടീൻ്റെ നമ്പറാണോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടി ആ നമ്പർ അടിക്കാം. ഞാനിത് ആ ഒരു വണ്ടീൻ്റെ നമ്പർ അടിക്കുകയാണ്, KL 57P0102. ശരിക്കും 102 എന്നാണ് വണ്ടി നമ്പർ വരിക, പക്ഷേ 4 അടിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ 0102 അടിച്ചതിന് ശേഷം തൊട്ട് താഴെ നിങ്ങൾ ഒരു ക്യാപ്ച കാണാൻ പറ്റും. അതിൽ ആ ക്യാപ്ച നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് തെറ്റിപ്പോകരുത്. അതിൽ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ, ചെറിയ അക്ഷരമാണ് ചെറിയ അക്ഷരം. അത് കറക്റ്റ് അതിൽ ആ ക്യാപ്ചയിൽ എങ്ങനെയാണോ കാണുന്നത് ആ കാണുന്നത് പോലെ അതിൽ അവിടെ കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് കാണില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം നേരെ നിങ്ങളെ ഫൈൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. ആർക്കാണോ ഫൈൻ കിട്ടിയത് എന്നുള്ളത്, വയലേറ്റർ നെയിം അവിടെ കാണിക്കും, ചലാൻ നമ്പർ കാണിക്കും, അതുകൊണ്ട് ട്രാൻസാക്ഷൻ ID, ചലാൻ ഡേറ്റ് കാണിക്കും. അതുകൊണ്ട് സ്റ്റാറ്റസ് എന്നുള്ള കാണിക്കുന്ന സ്ഥലത്ത് ഡിസ്പോസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഈ വണ്ടിക്ക് ഒരു ഫൈനും ഇല്ല എന്നുള്ളതാണ്. അവിടെ പെൻഡിങ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് അത്ര ഫൈന് പെൻഡിങ്, എത്ര ഫൈനാണോ പെൻഡിങ് എന്ന് കാണിക്കുന്നത് അത്രയും ഫൈൻ ഇതിന് പെൻഡിങ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ചലാൻ പ്രിൻറ്റ് എന്ന് കാണിക്കുന്നതിന് തൊട്ട് താഴെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കും. ആ ഡീറ്റെയിൽസിലേക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി ഓടിച്ച ആളെ ഫോട്ടോ സഹിതം അതിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുന്ന ഭാഗത്ത് MVD ആണെങ്കിൽ MVD കേരള പോലീസ് ആണ്. കേരള പോലീസ് ആരാണ് ഫൈൻ ഇട്ടെന്നുള്ള അവിടെ കാണാൻ പറ്റും. ആ ഓഫീസറുടെ പേര്, ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ നമ്മൾ വയലേറ്റർ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ കിട്ടും. അതുകൊണ്ട് ചുമത്തിയ കുറ്റങ്ങൾ എന്ത് കാരണത്താലാണോ നമ്മളെ ഫൈൻ ഇടാൻ കാരണം അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ കിട്ടും. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിളിൽ കയറിയിട്ട് ഫൈൻ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ മോട്ടോർ ഡയറീസിൻ്റെ പേജ് ഒന്ന് മറക്കാതെ ഫോളോ ചെയ്യാം.